തോളൂരിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച. 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി പരാതി. തോളൂർ നാലകത്ത് ഷക്കീർ എന്നയാളുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ ബെഡ്റൂമിലെ അലമാരകൾ കുത്തിപ്പൊളിച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. പുറകുവശത്തെ വാതിൽ കമ്പിപ്പാര വെച്ച് തിക്കിയ ശേഷം തകർത്താണ് മോഷ്ടാക്കൾ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഷക്കീറിന്റെ വീടിന്റെ പുറകുവശം റെയിൽവേ ട്രാക്കാണ്. ഇതിനാൽ ഈ ഭാഗം പെട്ടെന്ന് ജനശ്രദ്ധ ലഭിക്കാത്ത ഇടമാണ്. ഈ വഴിയാണ് മോഷ്ടാവ് വീട്ടിലേക്ക് പ്രവേശിച്ചതെന്നാണ് അനുമാനിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് വീട്ടിൽ നിന്നും പുറത്തുപോയ വീട്ടുകാർ പുലർച്ചെ 1:30യോടെയാണ് തിരിച്ചെത്തിയത്. വീടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ അലമാരകൾ തകർത്ത് ഉള്ളിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ഷക്കീർ പറപ്പൂരിൽ തുണിക്കട നടത്തിവരികയാണ്. ഓണക്കാലമായതിനാൽ വീട്ടുകാരെല്ലാവരും തുണിക്കടയിലായിരുന്നു. ഇവരെക്കുറിച്ചും വീടും പരിസരവും സംബന്ധിച്ചും വ്യക്തമായ ധാരണയുള്ളവരാണോ മോഷ്ടാക്കൾ എന്ന സംശയവും പോലീസിനുണ്ട്. ഷക്കീറിന്റെ മകളുടെ വിവാഹാവശ്യത്തിനു വേണ്ടി വാങ്ങി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. അത് കഴിഞ്ഞ് ഈ ഓണത്തിരക്ക് കാരണം ഒരു സാധനങ്ങളൊക്കെ ഒതുക്കി ഇവിടെ വീട്ടിലെത്താൻ അവർ ഉമ്മയും മകളും മാത്രമാണ്. അവർ 3 പേരും രാത്രി ഇവിടെ വീട്ടിൽ വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഓടൊക്കെ പൊളിച്ച് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് അകത്ത് കിടന്നിട്ട് ആ ഒരു സെൻട്രൽ റൂം വരെ മാത്രമേ അവർ കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടുന്ന് ലോക്കഡായിരുന്നു. ബാക്കിൽ നിന്നാണ് പൊളിച്ചത്. ആ റൂമിൽ നിന്നും അവർ മകളുടെ വിവാഹത്തിനായി സൂക്ഷിച്ചിരുന്ന ഉദ്ദേശം 50 പവൻ സ്വർണം ആണ് ഇവിടെ കവർച്ച നടന്നത്. അപ്പോൾ തന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരെ ബന്ധപ്പെട്ടവരെ വിളിച്ച് അവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ വിളിച്ച് ഉടൻ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ആ നിമിഷം തന്നെ പോലീസ് വന്ന് കംപ്ലീറ്റ് ഇവിടെ അന്വേഷണങ്ങൾ നടത്തുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് പ്രതികളെ കുറിച്ചൊന്നും യാതൊരുവിധ സൂചനയും ലഭിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ട് 1-2 ആളിവിടെ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടു എന്ന് ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സ്ഥിരീകരണമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ചാലിലെ ഒരു തമിഴ്നാട് മോഡൽ ഒരു മദ്യക്കുപ്പി ഒരു പ്ലാസ്റ്റിക് കവറും കാണാനുണ്ട്. ഇത് മാത്രമാണ് നമുക്ക് ഇതുവരെയുള്ള സൂചനകൾ. വേറെ യാതൊരുവിധ സൂചനകളും ഇല്ല. മോഷണ വിവരം വീട്ടുകാർ വിളിച്ചറിയിച്ചതനുസരിച്ച് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് നായയും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിച്ചു. പേരാമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.